ഹലോ, നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പോയിന്റർ ടു ആൻഡ് അറേയും അറേ പോയിന്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് തമ്മിലുള്ള ഡിഫറൻസും മെയിൻ ആയിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ എവിടെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പ്രോഗ്രാമിലേക്ക് ആദ്യം ഒന്ന് വരുന്നേക്കാൾ മുന്നേ നമുക്ക് ആദ്യം തിയറിറ്റിക്കൽ എങ്ങനെയാണ് സിൻടാക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പോയിന്റർ ടു ആൻഡ് അറേ ആണ്. അപ്പൊ ഈ പോയിന്റർ ടു ആൻഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒന്ന് പോയിന്റർ എങ്ങനെയാണ് ഒരു പോയിന്റർ അറേയിലേക്ക് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ അറേയുടെ ഫസ്റ്റ് എലമെന്റിലേക്ക് അതായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻക്രിമെന്റ് ചെയ്യണത് പറഞ്ഞാൽ ഓരോ എലമെന്റ്സ് ആയിട്ടായിരിക്കും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. പക്ഷെ പോയിന്റർ ടു ആൻഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അറേയിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് എൻറ്റയർ അറേയിലേക്കാണ് അത് പോയിന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ അത് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ഇസ് ദ അഡ്രസ് ഓഫ് ദി അറേ, അറേയുടെ അഡ്രസ് ആണ് അത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അതിന്റെ സിൻടാക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ എഴുതി, ആ അറേ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വേരിയബിൾ ആയിട്ട് എഴുതിയിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിൻടാക്സ് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് എന്നുള്ളത് ആദ്യം ഇന്റീജർ ഏത് ടൈപ്പ് ആണുള്ളത് ആ ടൈപ്പ്, പിന്നെ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കണം എഴുതുന്നുണ്ട്, പാരന്തസിന്റെ ഉള്ളിൽ സ്റ്റാർ, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ നെയിം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് അറേയിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നുള്ളത് നമ്പർ കൊടുത്തിരിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 ഇന്റീജേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. മേലത്തെ അറയിൽ എന്ന് പറഞ്ഞാൽ 5 ഇന്റീജേഴ്സ് അല്ല, അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 5 എന്നുള്ളത് കൊടുക്കാൻ കാരണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റർ ഈ PTR എന്ന് പറയുന്നത് എന്റെ അറയിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം വെച്ചിട്ട് നോക്കാം ഇത് തമ്മിൽ പോയിന്റർ ടു ആൻഡ് അറേ പോയിന്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ പോയിന്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു അറേ എഴുതി, ഇന്റീജർ എന്ന് ഫൈവ് എലമെന്റ്സ് ഉള്ള ഒരു അറേ എഴുതി. പിന്നെ എന്ന് പറഞ്ഞാൽ പോയിന്റർ ടു ആൻഡ് അറേ എന്ന് പറഞ്ഞിട്ട് ഇന്റ് ആണ് ഇവിടെ ടൈപ്പ്, പിന്നെ പാരന്തസിന്റെ ഉള്ളിൽ എന്താണ് ഞാൻ എഴുതിയുള്ളത് സ്റ്റാർ, പോയിന്റർ നെയിം എന്ന് പറഞ്ഞാൽ PTR ടു അറേ എന്നുള്ള എഴുതി. ഇനി 5 എന്ന് എഴുതി, എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം ഇവിടെ 5 എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് 5 എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് ആംബർസിന്റെ കൊടുത്തു. പിന്നെ ഒരു അറേ പോയിന്റർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ നോർമൽ പോയിന്റർ ആണ് അറേ പോയിന്റർ. ആ അറേ പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്ററിലേക്ക് ഒരു അറേയിലേക്ക് പോയിന്റ് ചെയ്യുന്നു, അത്രയും ഉള്ളൂ. അപ്പൊ പോയിന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാ ഇത് എന്ന് പറഞ്ഞാൽ വാല്യൂസ് പ്രിന്റ് ചെയ്ത് നമ്മൾക്ക് അറേ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ അഡ്രസ് എന്താന്നുള്ളതാണ് നമ്മളിപ്പോ പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞാൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അറയുടെ അഡ്രസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പ്രിന്റ് ഇപ്പൊ നമ്മൾ അറയുടെ അഡ്രസ്സും രണ്ട് പോയിന്ററിന്റെ അഡ്രസ്സും കൂടി പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോറി, ഇവിടെ പ്രിന്റ് എഫ് എന്ന് കൊടുത്തില്ല. അപ്പൊ എന്താ നമുക്ക് കാണാം എന്താണ് ഫസ്റ്റത്തെ മൂന്നെണ്ണം നോക്കിയേ. ഫസ്റ്റത്തെ മൂന്നെണ്ണം സെയിം അഡ്രസ്സുകളാണ് അല്ലേ. അപ്പൊ സെയിം അഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് എലമെന്റിലേക്കാണ് ഇത് മൂന്നും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമല് പോയിന്റർ അരിത്തമെറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഈ അറേ പോയിന്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ അറേ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. എന്ത് പോയിന്റർ അരിത്തമെറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റർ അറേ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്, പോയിന്റർ ടു എന്ന് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പ്രിന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുത്തെ അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യുക. അത് നമുക്ക് നോക്കാം. ഇവിടെ 13 ആണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. 13 രണ്ട് 24 34. അപ്പൊ 13 ആണ് ഇവിടുത്തെ 15ന്റെ എലമെന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ ഈ അറേ പോയിന്റർ അല്ല, പോയിന്റർ ടു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കാണ് പിന്നെ പോയിന്റ് ചെയ്യുന്നത്, ഇൻക്രിമെന്റ് ചെയ്ത. അതാണ് ഇവിടെ നിന്ന് നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ ഈ അഡ്രസ് പ്രിന്റ് ചെയ്യണതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എങ്ങനെയാണ് വാല്യൂസ് പ്രിന്റ് ചെയ്യുക, വാല്യൂസ് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാല്യൂസ് പ്രിന്റ് ചെയ്യാം. ഓക്കെ,
വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് ഫോർമാറ്റിൽ യൂസ് ചെയ്യണം എന്ന് അതേ രീതിയിൽ ഐ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പാരന്തസിന്റെ ഉള്ളിൽ സ്റ്റാർ ആ പോയിന്ററിന്റെ നെയിം എന്താണെങ്കിൽ അത് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇതിലിപ്പോ 0 ആണെങ്കിൽ 0th എലമെന്റ് ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താ പ്രിന്റ് ചെയ്യണമെന്നുള്ളത് കണ്ട ഓക്കെ നമ്മളിവിടെ പോയിന്ററിന് ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ഓക്കെ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പ്രിന്റ് ചെയ്തത് ഓക്കെ ഒന്ന് 10 20 20 30 30 40 40 50 50 കണ്ട വാല്യൂസ് നമുക്ക് സെയിം വാല്യൂസ് അല്ലേ കിട്ടിയത് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇപ്പൊ വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം എനിക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റർ തന്നെ യൂസ് ചെയ്തിട്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇതാ ഞാനിത് ഒന്ന് PTR(0) നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR(1) കണ്ട് ഞാൻ 1000 എന്ന് കൊടുത്തു 1000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ 1000 എന്നുള്ളത് കൊടുത്തതിന് എന്തുണ്ടാവണ് 1000 ആയി ഇനിയിപ്പോ ഈ 1000 എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുന്നേ തന്നെ കൊടുത്ത് വിചാരിക്കുക ഇവിടെ കൊടുത്ത് ഇപ്പൊ പറഞ്ഞ RF1 ആണ് നമ്മൾ കൊടുത്തുള്ളത് അപ്പൊ എന്തായിരിക്കും 20ക്ക് പകരമായിരിക്കും എന്ത് വരിക 1000 എന്നുള്ളത് പ്രിന്റ് ചെയ്യാം മനസ്സിലായ അപ്പൊ ഇതാണ് RF പോയിന്റർ ടു അറേ തമ്മിലുള്ള ഡിഫറൻസ് പോയിന്റർ ടു അറേ എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റ്സിലേക്ക് പോകും ഓക്കെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യം എന്നാണ് അപ്പൊ യൂസ് ചെയ്യേണ്ട എന്തിനാ വെച്ച് കഴിഞ്ഞാല് അപ്ലിക്കേഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു അറേ ഒക്കെ പാസ് വിചാരിക്കുക അറേ പാസ് ചെയ്യാണ് ഒരു ഫംഗ്ഷനിലേക്ക് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഡബിൾ പോയിന്റർ ഒക്കെ ആണെങ്കിൽ അതായത് റോയും കോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ എൻ്റെ അറേയാണ് നമ്മൾ പാസ് ചെയ്യുക നോർമല് പോയിന്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൾട്ടി ഡയമെൻഷണൽ അറേ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമല് ഈ പോയിന്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് പോയിന്റർ ടു ഫംഗ്ഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അറേ പാസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഈ നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രോഗ്രാം നമുക്ക് കാണാം ഓക്കെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഡയമെൻഷണൽ അറേയാണ് ഇവിടെ ഉണ്ടാക്കിയുള്ളത് മെട്രിക്സ് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യാണ് മെട്രിക്സ് 3 എന്നിട്ട് പാസ് ചെയ്യാണ് നമ്മൾ പോയിന്റർ ടു ദി ഫംഗ്ഷൻ നമ്മൾ അറേ ആസ് എ പോയിന്റർ ടു ദി ഫംഗ്ഷൻ ആണ് പാസ് ദി 2D അറേ ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റർ ടു അറേയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അറേ നമുക്ക് പാസ് ചെയ്യുന്നില്ല ഓക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ വാല്യൂസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് മെയിൻ ഡിഫറൻസ് പോയിന്റർ ടു അറേ ടു പോയിന്റർ തമ്മിലുള്ള ഓക്കെ അപ്പോ ഈ ടോപ്പിക് കഴിഞ്ഞു അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ